നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയ ഇൻഫ്ലുവൻസറാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് പേളി മാണി എന്നുള്ളത്. നിങ്ങളെല്ലാവരും തന്നെ ആ പേര് കേട്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ അവർക്ക് 5 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്, അതായത് 50 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട്, വലിയ ഫോളോവേഴ്സാണ്. അതുപോലെ യൂട്യൂബ് അവരുടെ വീഡിയോകളിൽ പോലും 4.69 ലക്ഷമുണ്ട്, എന്ന് പറഞ്ഞാൽ 4,69,000-ഓളം വരുന്ന ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ വീഡിയോകൾ കണ്ട് എന്തിനാണ് ആളുകൾ ഇത്രത്തോളം എൻ്റർടൈൻഡ് ആകുന്നത് എന്ന് പോലും എനിക്കറിയില്ല. അവരുടെ ഇൻ്റർവ്യൂകളൊക്കെ കാണാൻ രസകരമാണ്, ചില ഇൻ്റർവ്യൂസൊക്കെ ഞാൻ കണ്ടു നോക്കിയിട്ടുണ്ട്. പക്ഷെ അല്ലാതെയുള്ള അവരുടെ വ്ളോഗുകളൊന്നും കണ്ടിട്ട് എനിക്കത്ര രസകരമായി തോന്നിയിട്ടില്ല. കാരണം ഞാനത് കണ്ടു നോക്കിയിട്ടില്ല, ആകെ 1-2 മാത്രമേ കണ്ടിട്ടുള്ളൂ. കാരണം ഇവരേതോ നമ്മുടെ ബിഗ് ബോസിലുണ്ടായിരുന്ന ഷിയാസിൻ്റെ വീട്ടിലേക്ക് പോകുന്നു, അപ്പോൾ ഗിഫ്റ്റ് മേടിക്കാൻ കടയിൽ കയറുന്നു എന്നൊക്കെയുള്ള വ്ളോഗുകളൊക്കെയാണ്. മണിക്കൂറുകൾക്ക് നീണ്ട വ്ളോഗാണ്, പക്ഷെ അതിനൊക്കെ വലിയ കാഴ്ചക്കാരുണ്ട് എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവരുടെയൊക്കെ ഹിപ്പോക്രസിയും കപടതയും ഒക്കെ ഇവരെ എത്രത്തോളം തന്നെ പുട്ടിയും അതുപോലെ മേക്കപ്പും ഒക്കെ മുഖത്ത് വാരി പൂശിയാലും അതൊരാൾ പുറത്തേക്ക് വരും എന്നുള്ളതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ഇപ്പോൾ സമരം ചെയ്യുന്ന യുവജനത. അവർ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി സമരം ചെയ്യുന്നവരല്ല. അവർ ഈ നാട്ടിലെ 22 ലക്ഷത്തോളം പേരുന്ന പരീക്ഷ എഴുതിയിട്ടുള്ള നീറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവർ സമരം ചെയ്യുന്നത്. അതുകൂടാതെ ഈ നാട്ടിലെ ഏതൊരു സാധാരണക്കാരനും വേണ്ടിയിട്ടാണ് അവർ സമരം ചെയ്യുന്നത്. അതിൽ മരണപ്പെട്ടു പോയിട്ടുള്ള 22ഓളം വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അവർ സമരം ചെയ്യുന്നത്. അതിൽ മരിക്കാതെ മരണത്തോടടുത്ത് നിൽക്കുന്ന മാനസിക അസ്വസ്ഥയമടക്കം ബാധിച്ച 100 കണക്കിന് കുട്ടികൾ വേറെയുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് അവർ യാതൊരുവിധ ലാഭവും ഇല്ലാതെ യാതൊരുവിധ സ്വാർത്ഥതയുമില്ലാതെ അവർ സമരം ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. അത്തരത്തിലുള്ള സമരങ്ങളാണ് നമ്മൾ ഇന്ത്യയെ തന്നെ രൂപപ്പെടുത്തിയത് എന്നുള്ളതൊക്കെ തന്നെ നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ആ സമയത്താണ് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള വേതാളങ്ങൾ ചിലരുടെ സപ്പോർട്ടുകൾ കാണുന്നത്. ആ സപ്പോർട്ട് ഞാനൊന്ന് വായിക്കാം. ഇത് സപ്പോർട്ടാണോ അതോ കട്ടപ്പയെ പോലെ ബാക്കിൽ നിന്ന് കുത്തലാണോ എന്നറിയില്ല. പക്ഷേ കട്ടപ്പയോട് ഉപയോഗിക്കുന്നത് ശരിയല്ല. കാരണം അദ്ദേഹം പോലും കുറേ കൂടി ആത്മാർത്ഥതയുള്ള, പറഞ്ഞ വാക്കിന് വ്യവസ്ഥയുള്ള ഒരാളായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. പക്ഷേ ഇതൊന്നും അതുപോലെയല്ല. എന്തെങ്കിലും കിട്ടിയാൽ ഈ പറയുന്ന പോലെ കാശ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി പുറകിൽ നിന്ന് കുത്താൻ തയ്യാറുള്ളവരാണ് ഇവർ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വാചകം ഞാനൊന്ന് വായിക്കാം, ഈ പോസ്റ്റ് മുഴുവനൊന്ന് വായിക്കാം, എന്നിട്ട് ഞാൻ നിങ്ങളോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദ പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഹാവ് ബീൻ പെയിൻഫുൾ ആൻഡ് ദേ ഹാവ് ഫോഴ്സ്ഡ് ഓൾ ഓഫ് അസ് ടു പോസ് ആൻഡ് റിഫ്ലക്റ്റ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി വേറെ വല്ല തലവേദനയൊക്കെ എടുത്തിട്ടായിരിക്കും എന്ന് തന്നെ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ വല്ല കാശിൽ ഇനി വല്ല കുറവും വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആൻഡ് ദേ ഹാവ് ടു ഫോഴ്സ്ഡ് ഓൾ ഓഫ് അസ്, നമ്മളെല്ലാവരെയും അവർ ഫോഴ്സ് ചെയ്തു ഒന്ന് പോസ് ചെയ്യാനും റിഫ്ലക്റ്റ് ചെയ്യാനും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അടുത്തത് പറയുന്നത്, വി ഹാവ് വിറ്റ്നസ്ഡ് സ്ട്രെങ്ത്, യൂണിറ്റി ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ദ യങ് പീപ്പിൾ ഓഫ് അവർ കൺട്രി. നമ്മുടെ യുവത്വത്തിൻ്റെ ഡിറ്റർമിനേഷനും ശക്തിയും അതുപോലെ ഐക്യവും ഒക്കെ കണ്ട് പുള്ളിക്കാരിക്ക് വളരെ സന്തോഷമായി എന്നുള്ളതാണ് എഴുതിയേക്കുന്നത്. ഐ സോ ഹേർട്ട് ബ്രേക്കിംഗ് ഇമേജ്, ഇനിയാണ് കേട്ടോ അടുത്തത് വരാൻ പോണത്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. I saw heart-breaking images and videos of clashes in which students and officers were hurt. അതായത് സ്റ്റുഡൻസിനെ ഹർട്ട് ചെയ്തതല്ല അവർ കണ്ടത് സ്റ്റുഡൻസും അതുപോലെ തന്നെ പോലീസ് ഓഫീസേഴ്സും ഒരുപോലെ ഹർട്ടായി. ഈ സ്റ്റുഡൻസും പോലീസ് ഓഫീസേഴ്സും ഒരുപോലെ ഹർട്ടാകുന്ന പെയിൻഫുള്ളായിട്ടുള്ള വീഡിയോസ് കണ്ടു. ദാറ്റ് ചേഞ്ച്ഡ് സംതിങ് ഇൻ മീ, അത് എന്നിൽ ചില വ്യത്യാസം ഉണ്ടാക്കി എന്നുള്ളതാണ് പുള്ളിക്കാരി പറയണത്. എൻ്റെ പൊന്ന്, ഉപദേശവും ഊവും രണ്ടും കൂടി വേണ്ടെന്ന് പറയുമല്ലോ, അതുപോലെ തന്നെ ഈ രണ്ടും കൂടിയുള്ള പണി നിർത്തി, ഈ 2 വഞ്ചിയിൽ വെള്ളത്തിൽ കാലി ചവിട്ടുന്ന പണി നിർത്ത് എൻ്റെ പേളിമാണി. നിങ്ങളെന്താ പറഞ്ഞേക്കണത്? അതായത് ഞങ്ങൾ കണ്ടു ചില വീഡിയോസും ക്ലാഷസും. എന്ത് ക്ലാഷസ് കണ്ടു? ആ ക്ലാഷസ് കണ്ടിട്ടുള്ളത് ഓഫീസേഴ്സും സ്റ്റുഡൻസ് അങ്ങോട്ട് നിന്ന് അവരെ ആക്രമിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഏത് വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്? നിങ്ങൾ ഇതിൽ പറയുന്നത് ആ ഓഫീസേഴ്സ്, അതായത് പോലീസ് ഓഫീസേഴ്സ് യഥാർത്ഥത്തിൽ ആടി അടിച്ചിട്ടുള്ള ലാത്തികൾ കൊണ്ട് കുട്ടികളെ അടിക്കുമ്പോൾ അവർ ചിലപ്പോൾ തിരിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം അങ്ങനെ അടിക്കാതിരിക്കാൻ പറഞ്ഞാൽ പോരെ പേളിമാണി, പോരെ? അതുപോലെ പെല്ലറ്റ് ഗൺ യൂസ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. ഇന്നലെ രാഹുൽ ഗാന്ധി വന്ന് പെല്ലറ്റ് ഗണ്ണ് കൊണ്ട് ഈ പറയുന്ന ദേഹം മുഴുവൻ മുറിവേറ്റിട്ടുള്ള ഒരു ഹരിയാനയിൽ നിന്നുള്ള സ്വദേശി അവരെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചു അവിടെ. അതുകൂടാതെ വലിയ അതിക്രമം ഇവരെടുക്കുന്നത് നമ്മൾ കണ്ടു. ഒരു സ്ത്രീയോട് വഴിയില്ല, ഇവിടെ നിങ്ങൾ പൊയ്ക്കോന്ന് പറയുമ്പോൾ അവർ തിരിഞ്ഞു പോവാണ്. അപ്പം ബാക്കിൽ നിന്ന് വൃത്തികെട്ട രീതിയിൽ അവരുടെ സ്വകാര്യ ഭാഗത്തേക്ക് കുത്തുന്നത് നമ്മൾ കണ്ടു. മനസ്സിലായി? ലാത്തി വെച്ച്. ഇതൊന്നും നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അവർക്കും ഇവർക്കും ഒരുപോലെ മുറിവേറ്റു എന്നാണോ പറയാൻ പറ്റുന്നത്? ആണോ? അതുപോലെ
അവൻ്റെ താടിയും മുടിയും വളർത്തിയിട്ടുള്ള പോലീസ് യുവാകാരനാണെന്ന് യാതൊരു വിധം നമുക്ക് ധരിക്കാൻ കഴിയാത്ത നിരവധി ആളുകൾ എങ്ങനെയാണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് വന്ന് ഈ കുട്ടികളെ തല്ലിച്ചതക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? എന്നിട്ട് നിങ്ങൾ പറയുന്നു അവർ പ്രകോപനം ഉണ്ടാക്കാതിരുന്നാൽ കുട്ടികൾ സമാധാനപരമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യൂലേ? അല്ലാതെ സമാധാനപരമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിനോ അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം അവിടെ തകർക്കുന്നുണ്ടായിരുന്നു? നിങ്ങൾ ഈ പറയുന്ന പോലെ രണ്ട് വഞ്ചിയിലും കാല് വെച്ചുള്ള ഉടായിപ്പ് പണി എന്ത് ചെയ്യും? നിർത്ത്. ഇനി അടുത്തത്, ഓൾ ഐ കുഡ് തിങ്ക് വാസ്, കാരണം ഇങ്ങനെ മാറ്റം ഉണ്ടായി. അപ്പോൾ പിന്നെ പുള്ളിക്കാരിക്ക് ഒരൊറ്റ കാര്യം മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ, പ്ലീസ് ഡോണ്ട് ഗെറ്റ് ഹർട്ട്, അതായത് നിങ്ങൾക്ക് മുറിവേൽക്കരുത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്ലീസ് സ്റ്റേ സേഫ്, നിങ്ങൾ എന്ത് ചെയ്യണം? സേഫായിട്ടിരിക്കണം. ഇഫ് യുവർ ലൈഫ് ഈസ് ഇൻ ഡേഞ്ചർ, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെങ്കിൽ ഗോ ബാക്ക് ഹോം, പിന്നെ ഒന്നും നോക്കണ്ട, ഗോ ബാക്ക് ഹോം. പറഞ്ഞു മനസ്സിലായല്ല? ഈ സമരം നിർത്തി വീട്ടിൽ പോകണമെന്നാണ് പുള്ളിക്കാരൻ നൈസായിട്ട് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് മറ്റുള്ളവർ കാണിക്കുന്ന വൃത്തികേടൊക്കെ ഉണ്ട്, അതിനെതിരെ പുള്ളിക്കാരിക്കൊന്നും പറയാൻ പറ്റില്ല, പോലീസുകാരോട് ഇങ്ങനെ ആക്രമിക്കരുതെന്ന് പറയാൻ പറ്റില്ല, ഇവരുടെ ജീവൻ അപകടത്തിലാകുന്ന രീതിയിൽ പെരുമാറരുതെന്നും പറയാൻ പറ്റില്ല. പകരം പുള്ളിക്കാരി പറയുന്നത് അങ്ങനെ പോലീസൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിർത്തി വീട്ടിൽ പോകുന്നതാണ്. നോ കോസ് ഈസ് വർത്ത് ലൂസിങ് എ ലൈഫ് ഓവർ, ഒരു ജീവിതം നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ കോസൊന്നും ഇല്ല എന്നുള്ളതാണ്. തെറ്റാണ്. നിങ്ങൾ അറിയേണ്ടതേ ഈ നാട്ടിൽ അങ്ങനെയൊന്നും അല്ല എൻ്റെ പേളി പാടി. നിങ്ങൾ പോയി ചരിത്രം പഠിക്ക്. ഇപ്പോൾ ഭഗത് സിംഗിനും അതുപോലെ തന്നെ മറ്റ് നിരവധി ആളുകൾക്കൊക്കെ തന്നെ ഭഗത് സിംഗിനും ഗാന്ധിജിക്കൊക്കെ തന്നെ വേറെ പണിയില്ലാഞ്ഞിട്ടോ ജീവിതമില്ലാഞ്ഞിട്ടോ ഒന്നും അവരിങ്ങോട്ട് വന്ന് സമരം ചെയ്തവരല്ല. അവർ ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി സമരം ചെയ്തവരാണ്. അങ്ങനെ സമരം ചെയ്തവരുടെ ലിസ്റ്റൊന്നും ഞാനിവിടെ വായിക്കുന്നില്ല. അങ്ങനെ നിരവധി സമരങ്ങൾ നടത്തി വലിയ വലിയ പോരാട്ടങ്ങൾ നടത്തിയാണ് ഇവിടെ വലിയ ഈക്വാലിറ്റിയും കുറച്ചെങ്കിലും സമത്വവും കുറച്ചെങ്കിലും സുന്ദരമായിട്ടുള്ള ഭാരതവും ഒക്കെ നമുക്ക് ഉണ്ടാക്കി തന്നത് അങ്ങനെയുള്ള ആളുകളാണ്. അതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ അവരുടെയൊക്കെ ജീവിതത്തിൽ അവരിതുപോലെ തിരിച്ചു കിടക്കാമെന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോഴും അടിമകളായിരുന്നാലേ. പിന്നെ താങ്കളെ പോലുള്ള കുറേ പേര് ഇപ്പോഴും നേരത്തെ ഉണ്ടായിരുന്നു, അന്നും ഉണ്ടായിരുന്നു. കാരണം ബ്രിട്ടന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നവർ, ബ്രിട്ടന് വേണ്ടിയിട്ട് മറ്റേ നേരെ അവർക്ക് ചാരപ്പണി ചെയ്തവരും ഇന്ത്യയെ ഒറ്റിക്കൊടുത്തവരും ഇന്ത്യയെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തവരും ഇതൊക്കെ ഒരു ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ വേറെ ചില ആളുകളുണ്ടായിരുന്നു, മറ്റേ ഷൂ നോക്കിയൊക്കെ പുറത്തേക്ക് പോകുന്നവരോടൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ എന്താണ്, ഇന്ത്യയിലെ ജനങ്ങളോട് ഹിന്ദുക്കൾ ആരും തന്നെ സമരത്തിൽ പങ്കെടുക്കരുത്, സമരത്തിൽ പങ്കെടുത്ത് നമ്മുടെ എനർജി ഇതിനു വേണ്ടി വേസ്റ്റ് ചെയ്യരുത്, പകരം നമ്മുടെ എനർജി നമുക്ക് എന്ത് ചെയ്യണം, ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി വെക്കണമെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് കയ്യിൽ വെച്ചാൽ മതി. ഇവിടെ ബാക്കി നിസ്വാർത്ഥരായി മറ്റുള്ള ആളുകളുടെ വേദനകളെ സ്വന്തം വേദനകളാക്കി എടുത്തുകൊണ്ട് സമരം ചെയ്യാൻ കെൽപ്പുള്ള മിടുക്കരായിട്ടുള്ള നിരവധി ആളുകളുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകണ്ട. അതുകൊണ്ട് നിങ്ങളുടെ ഉപദേശം നിങ്ങൾ 8 മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി. പിന്നെ എവരി സ്റ്റുഡൻറ്റ് ഈസ് സമ്മൺസ് ചൈൽഡ്, സമ്മൺസ് ഡ്രീം, സമ്മൺസ് എൻറ്റയർ വേൾഡ്. എല്ലാ കുട്ടികളും ഈ പറയുന്ന പോലെ മറ്റാരുടെയോ കുട്ടികളാണ്. എല്ലാ വിദ്യാർത്ഥികളും മറ്റാരുടെയോ കുട്ടികളാണ്, മറ്റാരുടെയോ സ്വപ്നമാണ്, മറ്റാരുടെയോ ലോകമാണ് എന്നൊക്കെ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ മറ്റേ ജനറലായിട്ടുള്ള കമൻ്റൊക്കെ ഓക്കെ. ലൈക്ക് സോ മെനി അതേഴ്സ് ഐ ബിലീവ് അവർ സ്റ്റുഡൻസ് ഡിസർവ് ആൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ദാറ്റ് ഈസ് ട്രാൻസ്പെറൻറ്റ്, ഫെയർ ആൻഡ് ഗീവ്സ് എവറി ചൈൽഡ് ആൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു സക്സീഡ്. അതായത് എല്ലാവർക്കും തന്നെ ഈക്വൽ ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടണമെന്നുള്ള തള്ളൊക്കെയാണ്. ഇതിലൊന്നും കാര്യമൊന്നുമില്ല. ദേ ഡിസർവ് ടു ബി ഹേർഡ്. അത്രയെങ്കിലും പറഞ്ഞല്ല, അവർ കേൾക്കണം എന്നുള്ളതാണ്. അവർ കേൾക്കാൻ അർഹതപ്പെട്ടവരാണ്. ആൻഡ് ദേ ഡിസർവ് ടു ഫീൽ സേഫ് വൈൽ എക്സ്പ്രസിങ് ദംസെൽവ്സ് പീസ്ഫുള്ളി. അത്രയെങ്കിലും പറഞ്ഞ്, അതായത് ഈ പറയുന്ന പോലെ അവർ പീസ്ഫുള്ളി അവരുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യണം, കേൾക്കണം എന്നുള്ളതാണ് പുള്ളി പറഞ്ഞേക്കണം. ഇനി അടുത്ത തള്ളും കൂടിയുണ്ട്. ആൻഡ് ഫൈനലി many of you wanted me to share my thoughts. Someone encouraged me while others questioned my silence. I understand both. ഇത് ഏതവനാണ് ഈ പറഞ്ഞത്? ഇവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. മെനി ഓഫ് യു വാണ്ടഡ് മീ ടു ഷെയർ മൈ തോട്ട്സ്. കുറേ പേര് എൻ്റെ ചിന്തകൾ പങ്കുവെക്കാൻ പറഞ്ഞു. ആരാണത് പറഞ്ഞതെന്നറിയില്ല, അവനേക്കാണ് ആദ്യം തന്നെ വള്ളിച്ചൂരലടിക്കേണ്ടത്. സം എൻകറേജ് മീ, കുറച്ച് പേര് പുള്ളിക്കാരിയെ പ്രോത്സാഹിപ്പിച്ചു, കുറച്ച് പേര് എന്ത് ചെയ്തു, പുള്ളിക്കാരിയുടെ നിശബ്ദതയെ ചോദ്യം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, ഇവർക്കൊക്കെ ഇത് പറയാനുള്ള അറിവും വിവരമൊക്കെ ഉള്ളു, അത് പറഞ്ഞാൽ മതി. പിന്നെ ആ സമ്മൺ whose words can reach many people, I believe I have a responsibility to speak with care. എന്നെ അത് പറയുന്നുണ്ട്, എന്നെ someone whose words can reach many people, അതായത് കുറേ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന ഒരു വാക്കുകൾ പറയാൻ കഴിവുള്ള ഒരാളെന്നുള്ളതിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് കെയർഫുള്ളി, അതായത് കുറേ കൂടി ശ്രദ്ധയോടുകൂടി സംസാരിക്കണം എന്നുള്ളത്. എസ്പെഷ്യലി അറ്റ് ഡ്യൂറിങ് ദിസ് ടൈം ലൈക്ക് ദിസ്, ഈ പ്രത്യേകിച്ചും ഇതുപോലെയുള്ള സമയങ്ങളിൽ എന്നുള്ളതാണ്. ഐ ഡോണ്ട് എക്സ്പെക്ട് എവറി വൺ ടു എഗ്രി വിത്ത് മീ.
എല്ലാവരും എന്നോട് സമ്മതിക്കും അല്ലെങ്കിൽ എന്നോട് യോജിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാണ്. അത് വിചാരിക്കണ്ട, ഒരാളും തന്നെ യോജിക്കില്ല. ദിസ് ഈസ് സിംപ്ലി മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഷെയർഡ് വിത്ത് ഹോണസ്റ്റി, റെസ്പെക്ട് ആൻഡ് മോർ. എബവ് എവറിത്തിങ് എൽസ് ഐ പ്രേ ഫോർ പീസ്. അത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ മറ്റേ AMMയിലൊക്കെ പറയുന്ന പോലെ എന്ത് ചെയ്യാം, ആക്രമിക്കപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, മറ്റേ പ്രതിയാക്കപ്പെട്ടവർക്ക് വേണ്ടി അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യാം എന്ന് പറയില്ലേ, അതേ ഊടായ്പ തന്നെ. ഇപ്പോൾ പ്രേ ഫോർ പീസ്, ഐ പ്രേ ഫോർ ദ സേഫ്റ്റി ഓഫ് ദ എവറി സ്റ്റുഡൻറ്റ്, എവറി ഓഫീസർ ആൻഡ് എവറി സിറ്റിസൺ. എല്ലാ ഓഫീസർമാർ അങ്ങോട്ട് കയറി ആരും ആക്രമിച്ചിട്ടില്ല. എല്ലാ സിറ്റിസൺസിനും കൂടാതെ ആ കൂട്ടത്തിൽ സ്റ്റുഡൻസിനും എന്ത് ചെയ്യണം, സേഫ്റ്റി ഉണ്ടാകണം എന്നാണ്. മേ വിസ്ഡം ഗൈഡൻസ് എന്നാണ് പറഞ്ഞേക്കണം. എന്ത് ചെയ്യട്ടെ, ബുദ്ധി നമ്മളെ എന്ത് ചെയ്യട്ടെ, നയിക്കട്ടെ എന്നുള്ളതാണ്. കമ്പാഷൻ യുണൈറ്റസ് ആൻഡ് മേ വി ബിൽഡ് എ ഫ്യൂച്ചർ വേർ എവറി ചൈൽഡ് ഹാസ് ആൻ ആക്സസ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഫ്രീഡം ടു ഡ്രീം. എൻ്റെ പൊന്നോ, ലാസ്റ്റത്തെ തള്ളും കൂടിയുണ്ട്. ഇതൊന്നും പറയുന്നതിൻ്റെ പിന്നിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ കാര്യമുള്ളൂ, പേളിമാണി. അതായത് ഫ്യൂച്ചർ വെയർ എവറി ചൈൽഡ് ഹാസ് ആൻ ആക്സസ് ടു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് ദ ഫ്രീഡം ടു ഡ്രീം. അതായത് സ്വപ്നം കാണാനുള്ള സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയും ഒക്കെ ഉണ്ടാവട്ടെ. അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് പേളിമാണി ഇവിടെ സമരം ചെയ്യേണ്ടി വരുന്നത്. അതിനെതിരെ ഒരു വാക്കെങ്കിലും പറയാതെ ഇതുപോലെ 3 വള്ളത്തിൽ കൈയും കാലും കുത്തിയിരിക്കണ ഈ പരിയുണ്ടല്ല, ഇത് കുറച്ച് കൂടിപ്പോയി. പിന്നെ ഇത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. ഒരൊറ്റ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, പണ്ട് ഇൻകം ടാക്സിൻ്റെ ഒരു റെയ്ഡ് വന്നല്ലോ, അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ തലവേദന ഉണ്ടാവും. അതുകൊണ്ട് ഇതുപോലെയൊക്കെ എന്ത് ചെയ്യണം, ആരെങ്കിലുമൊക്കെ പൗഡർ ഇട്ട് കുളിപ്പിച്ച് എന്ത് ചെയ്യണം, പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കണമെന്ന് പറയുന്ന പരിപാടി താങ്കൾക്ക് ചെയ്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. അത് നമുക്ക് മനസ്സിലാവും. ഒന്ന്. രണ്ടാമത്തേതെന്ന് പറയുന്നത്, പേളിമാണി താങ്കൾ പറയുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് മിക്കവാറും സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ളത്, താങ്കൾക്ക് 5 മില്യൺ ഫോളോവേഴ്സ് ഉള്ളതാണ്. ഇതിന് അനുകൂലമായിട്ട് ഇതുപോലത്തെ ഒരു വേണ്ടാത്ത വൃത്തികെട്ട പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ചില്ലറ തടഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതും മേടിച്ച് എന്ത് ചെയ്തോ, കയ്യിൽ വെച്ചോ. ഇത് രണ്ടിലേതാണെന്ന് മാത്രം കൃത്യമായിട്ട് പേളിമാണി പറഞ്ഞാൽ മതി. അല്ലാതെ ഇതുപോലെയുള്ള ഉപദേശവും രണ്ടും കൂടി എന്ത് ചെയ്യണ്ട, വേണ്ട എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. ഇതുപോലെ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇവരെയൊക്കെ കാണാൻ പോണ ആളുകളെ പറഞ്ഞാൽ മതി, വേറെ കൂടുതലൊന്നും പറയാനില്ല.